നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറവിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കാറ്റ് വീരച്ചു കൊടുങ്കാറ്റുകൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വീരച്ചു കൊടുങ്കാറ്റുകൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതരഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നീയും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മുൻപിൽ, ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മുൻപിൽ മുൾമോടി ചൂടി കുരിശും ചുവന്നീല മുട്ടിയിരിക്കുന്നു ഞങ്ങൾ, ഇന്നും മുട്ടിയിരിക്കുന്നു ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പെരുന്നാൾ പ്രമാണിച്ച് കൊളോൺ ഒരു വെടിക്കെട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇന്ന് ലേറ്റ് ആയിട്ടെല്ലാം കൊളോൺ കറിയുന്ന റൈൻ ഫ്ലവറാണ്. കൊളോണിന്റെ ഇവിടെ റൈൻ്റെ തീരത്ത് നിന്ന് വെടിക്കെട്ടുണ്ട്. 11:30ക്കാണ് സമയം. അതുപോലെ തന്നെ നമ്മുടെ ഒരുക്കങ്ങൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും തീർക്കാനുള്ളത് പെട്ടെന്ന് തീർക്കുക. ഒരുക്കങ്ങൾ നമ്മുടെ സെൽറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നല്ല വെക്ടർ നമുക്ക് പെട്ടെന്ന് തീർക്കാനും പ്രതീക്ഷിക്കാം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായിട്ടും തിരുനാളിന്റെ മുൻപോടിയായിട്ട് നമ്മൾ പതാക ഉയർത്തി മാതാവിന്റെ പെരുന്നാൾ നമ്മൾ ആരംഭിക്കാൻ തുടങ്ങി. നാളെ നമുക്ക് നല്ല വെറ്ററോഗത്തിൽ നിന്ന് അവർ അനുഗ്രഹിക്കാൻ നമുക്ക് വിചാരിക്കാം. നാളെ എല്ലാവരും 10 മണിക്ക് തന്നെ പള്ളിയിലെത്തുമെന്നറിയാം. ഇന്ന് എല്ലാവർക്കും നമുക്ക് ഹാളിൽ കൂടി ഒരു ചെറിയ കാപ്പി കഴിഞ്ഞ ശേഷം വീടുകളിലേക്ക് പോകാം.